നമ്മളൊരു വർഷത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ മാക്സിമം ഒരു 60 മാച്ച് തൊട്ട് 100 മാച്ച് വരെയൊക്കെയാണ് കളിക്കാൻ പറ്റുക. 100 മാച്ച് എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ്. എനിക്ക് തോന്നുന്നില്ല അത്രേ കളിക്കാൻ പറ്റുമോ സുധീഷേ? കുറവ് ഒരു 50 മാച്ച് 60 മാച്ചൊക്കെയാണ് നിങ്ങൾ ഒരു വർഷത്തിൽ, അല്ലെങ്കിൽ അത്രയും ദിവസങ്ങളൊക്കെയാണ് മാക്സിമം കളിക്കുന്നത്. അപ്പോൾ പലപ്പോഴും അതിൽ ഒരു പ്രഷർ സിറ്റുവേഷനിൽ നിങ്ങൾ ബാറ്റ് ചെയ്യേണ്ടി വരുന്നു, ബോൾ ചെയ്യേണ്ടി വരുന്നു എന്നൊക്കെ പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഒരു വർഷത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 2, 3, 4 പ്രാവശ്യമൊക്കെയാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ബാറ്റ് ചെയ്യേണ്ടത് വരിക. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊരു ഹാബിറ്റ് ആവുമോ? ആവില്ല. കാരണം എന്താ? നമ്മൾ റെഗുലറായിട്ട് ചെയ്താൽ മാത്രമേ ഹാബിറ്റ് ആവുള്ളൂ. ഇതൊരു ഹാബിറ്റ് ആണെന്ന് പറയുന്നതിന് വീണ്ടും ഞാൻ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുന്നത് മഹേന്ദ്ര സിംഗ് ധോനിനെയാണ്. MS ധോനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എന്താ അറിയപ്പെടണേ? ഫിനിഷർ എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത് അല്ലേ? ചില മാച്ചുകൾ അദ്ദേഹം ഭയങ്കരമായിട്ട് ഫിനിഷ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഇത്രയും പ്രായമായിട്ട് പോലും നല്ല ഫിനിഷിങ് അദ്ദേഹം ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അദ്ദേഹം ഒരുപാട് പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ IPL കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നത് വീണ്ടും അടുത്ത IPL വരുമ്പോൾ ആ ഒരു സമയത്ത് ഒരു മാസം മുമ്പൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളൊന്നും പ്രാക്ടീസ് ചെയ്യുന്നില്ല. എന്താ കാരണം? ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കാരണം സീരിയസ് ക്രിക്കറ്റ് നിർത്തി IPL മാത്രമേ കളിക്കുന്നുള്ളൂ, ഇന്ത്യക്കൊന്നും കളിക്കുന്നില്ല. മോർ ദാൻ ദാറ്റ് അത് പ്രോഗ്രാംഡായി മൈൻഡിൽ. മനസ്സിലല്ലേ? എപ്പോൾ ഒന്ന് കളിച്ചാലും ബാറ്റിൽ കൊള്ളുമെന്നുള്ളൊരു കോൺഫിഡൻസ് അത് ഓൾറെഡി നമ്മുടെ മൈൻഡിൽ, അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ പ്രോഗ്രാംഡായി. അപ്പോൾ പലപ്പോഴും ധോനിനെ നമ്മൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയുടെ 40 റൺസിന് 4 വിക്കറ്റ് പോയി. അല്ലെങ്കിൽ IPL കളിക്കുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഒരു സമയത്ത്, ഇപ്പോൾ അദ്ദേഹം കുറേ ബാക്കിലാണ് ബാറ്റ് ചെയ്യുന്നത്, 40 റൺസിന് 4 വിക്കറ്റ് പോയി, 30 റൺസിന് 3 വിക്കറ്റ് പോയി. ആ സമയത്ത് എല്ലാവർക്കും ഭയങ്കര പ്രഷറാണ് ബാറ്റ് ചെയ്യാനായിട്ട്. നമുക്ക് എല്ലാവർക്കും പ്രഷറായിരിക്കും. ധോനിയും പറയുന്നുണ്ട് ആദ്യത്തെ ഒരു 10 ബോൾ എനിക്ക് പ്രഷറാന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ സമയത്തൊന്നും അദ്ദേഹത്തിന് ഡെലിവറി ചെയ്യാൻ പറ്റുന്നുണ്ട് ഇല്ലേ? മാച്ചുകൾ അടിച്ച് ജയിപ്പിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ 10 മാച്ച് കളിക്കുകയാണെങ്കിൽ 5 മാച്ച് ജയിപ്പിക്കാൻ പറ്റുന്നുള്ളൂ. 5 മാച്ചിൽ അദ്ദേഹം ഔട്ടായി പോകുന്നുമുണ്ട് ഇല്ലേ? അപ്പോൾ ആ പ്രഷറിനെ, ആ ടെൻഷനെ, ആ 40 റൺസിന് 4 വിക്കറ്റ് പോയി അല്ലെങ്കിൽ 30 റൺസിന് 3 വിക്കറ്റ് പോയി എന്ന് പറയുന്ന ആ സിറ്റുവേഷനെ നമ്മൾ ബാക്കിയുള്ള പ്ലെയേഴ്സ് ഭയപ്പെടുമ്പോൾ, അതൊരു ഫിയർ ഫാക്ടറായിട്ട് നമ്മൾ കാണുമ്പോൾ അദ്ദേഹം അതിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. പറഞ്ഞു മനസ്സിലായോ? ആ സിറ്റുവേഷനെ നിങ്ങൾ ഇഷ്ടപ്പെടാൻ തുടങ്ങണം. ഇപ്പോൾ മോള് കളിക്കാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് മോളുടെ ടീം ഇപ്പോൾ എറണാകുളത്തിന് വേണ്ടിയാണ് കളിക്കുന്നത്. ആ ഒരു സമയത്ത് എറണാകുളത്തിന് വേണ്ടി കളിക്കുന്ന സമയത്ത് 40 റൺസിന് 4 വിക്കറ്റ് പോയി എന്ന് വിചാരിക്കുമ്പോൾ, അങ്ങനെ പോയിരിക്കുന്ന സമയത്ത് മോള് ബാറ്റ് ചെയ്യണമെങ്കിൽ മോൾ എന്താ മനസ്സിൽ വിചാരിക്കേണ്ടത്? ദിസ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ മീ. എന്തിനുള്ള ഓപ്പർച്യൂണിറ്റി? എനിക്ക് ഹീറോ ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. ശരിയല്ലേ? ഈ സമയത്ത് പോയിട്ട് നമ്മൾ 100 അടിക്കുന്നതിലാണ് നമ്മളെ ശരിക്കുള്ള വിജയം എന്ന് പറയുന്നത് അല്ലേ? അല്ലാതെ നമ്മൾ പോയിട്ട് നമ്മളെല്ലാവരും റണ്ണടിച്ച് നിൽക്കുന്നു, ഓപ്പണിംഗ് പോയ 2 പേരും ഒരു ടീമിനെതിരെ 100 അടിച്ചു, മൂന്നാമത് 1 ഡൗൺ പൊസിഷനിൽ പോയിട്ട് നമ്മൾ 100 അടിച്ചാൽ എന്ത് ത്രില്ലാണ് ഉള്ളതിൽ ആക്ച്വലി സ്പീക്കിംഗ്? ശരിയോ തെറ്റോ? ഒരു മാച്ചിനെ നമ്മൾ എടുത്തുകൊണ്ട് പോയി ഇല്ലാത്ത സിറ്റുവേഷനിൽ നമ്മൾ കളി ഉണ്ടാക്കി ജയിപ്പിക്കുമ്പോഴാണ് നമുക്കൊരു ഹീറോ ഇമേജ് കിട്ടുന്നത്. അപ്പോഴാണ് എല്ലാവരും നമ്മളെപ്പറ്റി പറയുന്നത്, നമ്മളെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളുടെ മനസ്സിലും കോൺഫിഡൻസ് ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു സമയത്താണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ടീം ട്രബിളിലാവുമ്പോൾ, ബാറ്റിങ്ങിലായിക്കോട്ടെ ബോളിങ്ങിലായിക്കോട്ടെ, നിങ്ങളുടെ ടീം ട്രബിളിലാവുമ്പോൾ അപ്പോഴാണ് നിങ്ങളുടെ ആ ഒരു സാധനം പുറത്തു വരേണ്ടത്. യെസ്, ഞാൻ ചെയ്യും, ഞാൻ അടിക്കും, ഞാൻ വിക്കറ്റ് എടുക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങി പോകേണ്ടത്.